അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് കേരള നിയമസഭയുടെ ആദരം. ഉദാരവൽക്കരണ നയത്തിലൂടെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തിയ ഭരണാധികാരിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് സ്പീക്കർ എൻ ഷംസീർ അനുസ്മരിച്ചു. ഭരണഘടനാ മൂല്യങ്ങളെയും ജനാധിപത്യ സംവിധാനത്തെയും സംരക്ഷിക്കുന്നതിന് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിലപാടുകൾ പ്രശംസനീയമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ധനകാര്യ വിദഗ്ധൻ, അക്കാദമിക് പണ്ഡിതൻ, ഭരണാധികാരി എന്നീ നിലകളിൽ ബഹുമുഖ വ്യക്തിത്വമായ ഡോക്ടർ മൻമോഹൻ സിംഗിന് ചരമോപചാരം അർപ്പിക്കൽ മാത്രമായിരുന്നു ഇന്നത്തെ നിയമസഭാ സമ്മേളനത്തിന്റെ അജണ്ട. അന്തരിച്ച മുൻ പ്രധാനമന്ത്രിക്ക് സഭയുടെ ആദരമർപ്പിച്ച് സ്പീക്കർ എൻ ഷംസീറാണ് ആദ്യം സംസാരിച്ചത്. 1991 നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്നു. അദ്ദേഹം പുത്തൻ സാമ്പത്തിക നയങ്ങളായ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നീ 3 ആശയങ്ങളിലൂടെ ഇന്ത്യൻ സമ്പദ്ഘടനയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തി. പ്രഗത്ഭനായ ഈ ധനകാര്യ വിദഗ്ധനെയും നിശ്ചയദാർഢ്യമുള്ള രാഷ്ട്രതന്ത്രജ്ഞനെയുമാണ് മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ബഹുമുഖ വ്യക്തിത്വം ഓർത്തെടുത്ത മുഖ്യമന്ത്രി വിദ്യാഭ്യാസ രംഗത്തിന് മൻമോഹൻ സിംഗ് നൽകിയ സംഭാവനകളും അനുസ്മരിച്ചു. മതനിരപേക്ഷ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന പ്രതിഭാശാലിയായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, സൗമ്യനും നിശ്ചയദാർഢ്യമുള്ളവനുമായ ദേശസ്നേഹി എന്നിങ്ങനെ പൊതുമണ്ഡലത്തിൽ ശോഭിച്ച അനിതര സാധാരണനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വിയോഗത്തോടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. രാജ്യത്തിന്റെ സമ്പദ്ഘടന ഭദ്രമാക്കുന്നതിലും അതിലൂടെ ലഭിച്ച പണം സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുകയും ചെയ്ത ഭരണാധികാരിയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് പ്രതിപക്ഷ നേതാവ് അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ, സങ്കടങ്ങൾ മാറ്റാൻ, വിഷമങ്ങൾ മാറ്റാൻ, അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വേർപാടിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. മറ്റു കക്ഷി നേതാക്കളും അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ച് സംസാരിച്ചു. 24 തിരുവനന്തപുരം.